ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഹസീനാസ് കുക്കിംഗ് വേഡിലേക്ക് സ്വാഗതം. നമുക്കൊന്ന് ഉരുളക്കിഴങ്ങ് വെച്ചിട്ടുള്ള ഒരു അടിപൊളി റെസിപ്പി നോക്കിയിട്ട് വരാം കേട്ടോ. ചോറിന് വേറെ ഒരു കറിയുടെയും ആവശ്യമില്ല, ഇത് മാത്രം മതിയാകും. ഇതെങ്ങനെയാണ് നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ നോക്കിയിട്ട് വരാം. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം മതി കേട്ടോ, പെട്ടെന്ന് നമുക്കത് തയ്യാറാക്കിയെടുക്കാൻ കഴിയും. അതിനായിട്ട് ഞാനിവിടെ ഒരു 1/4 കിലോ അളവിൽ ഉരുളക്കിഴങ്ങ് എടുത്തിട്ട് നല്ലപോലെ ഒന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. ഒരുപാട് കനത്തിൽ കട്ട് ചെയ്യരുത്, ഒരു ഏകദേശം ഈ ഒരു കനത്തിൽ വേണം നമ്മൾ ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്യാനായിട്ട് കേട്ടോ. ഇനി നമുക്കൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് 2 ടീസ്പൂൺ അളവിൽ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് ചൂടാകുമ്പോൾ നമുക്ക് നമ്മുടെ ഉരുളക്കിഴങ്ങെല്ലാം ഒന്ന് അതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതിൽ വെള്ളമൊന്നും ചേർക്കരുത്, അങ്ങനെയാണെങ്കിൽ ഉപ്പേരി പോലെ ആയിപ്പോകും കേട്ടോ. അത്യാവശ്യം നല്ലപോലെ ഇത് മൊരിഞ്ഞ് കിട്ടില്ല. അതുകൊണ്ട് എണ്ണയിൽ കിടന്നത് തന്നെ നല്ലപോലെ സിമ്മിൽ വെച്ചിട്ട് ഒരു 10 മിനിറ്റ് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. ഏകദേശം നന്നായിട്ടൊരു ഹാഫ് കുക്കായി വരുന്നവർ നല്ലപോലെ നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. നമ്മുടെ ഉരുളക്കിഴങ്ങൊക്കെ ഏകദേശം ഒരു പകുതി വേവായിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്കൊരു വലിയ ഉള്ളി കട്ട് ചെയ്തത് അതുകൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഫസ്റ്റ് തന്നെ ചേർക്കരുത് കേട്ടോ, അങ്ങനെയാണെങ്കിൽ ഉള്ളി പെട്ടെന്ന് കരിഞ്ഞു പോകും. ഉരുളക്കിഴങ്ങ് ഒരു പകുതി വേവാവുന്ന സമയത്ത് ഒരു വലിയ ഉള്ളി കട്ട് ചെയ്തത് അതുകൂടെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കിയിട്ട് ഇനി ഫുൾ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 5 മിനിറ്റ് നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇടയ്ക്ക് നല്ലപോലെ ഇളക്കി കൊടുക്കാം കേട്ടോ. ഇനി നമുക്കിതിലേക്കൊരു 1/4 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിച്ചത് അത് ചേർത്ത് കൊടുക്കാം. ഒരു 3/4 ടീസ്പൂൺ അളവിൽ മുളക് പൊടി, 1/2 ടീസ്പൂൺ ഉപ്പ് അതുകൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്നുകൂടെ ഒന്ന് മിക്സ് ആക്കി എടുക്കാം കേട്ടോ. ഇനി ഫുൾ ഫ്ലെയിമിൽ വെച്ച് തന്നെ വേണം നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്, അല്ലെങ്കിൽ ഉരുളക്കിഴങ്ങൊക്കെ നല്ലപോലെ വെന്ത് ഉടഞ്ഞു പോകും കേട്ടോ. അത്യാവശ്യം നല്ലപോലെ പുറം വശം ക്രിസ്പി ആയിരിക്കണം, നല്ലപോലെ വെന്തും കിട്ടണം. അതുകൊണ്ട് ഫുൾ ഫ്ലെയിമിൽ വെച്ച് തന്നെ നല്ലപോലെ നമുക്കിതൊരു 10 മിനിറ്റ് ഫ്രൈ ചെയ്തെടുക്കാം. ഇടയ്ക്ക് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ, അല്ലെങ്കിൽ ഉള്ളിയൊക്കെ പെട്ടെന്ന് കരിഞ്ഞു പോകും. ഏകദേശം നല്ലപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ നമ്മുടെ ഉരുളക്കിഴങ്ങൊക്കെ. ഇതാണ്ടോ, നല്ലപോലെ പുറം വശം ക്രിസ്പിയാണ്, ഉള്ളൊക്കെ നന്നായിട്ട് വെന്ത് നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് നമ്മുടെ കിഴങ്ങ്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയിലയും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കാം കേട്ടോ. ഇനി ഫുൾ ഫ്ലെയിമിൽ തന്നെ വീണ്ടും വെച്ച് നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഉരുളക്കിഴങ്ങൊക്കെ നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് കിട്ടണം കേട്ടോ. നല്ല ടേസ്റ്റാട്ടോ ഈ ഒരു ഫ്രൈക്ക്. ചോറിന് വേറെ കറികളുടെ ഒന്നും ആവശ്യമില്ല, ഇത് മാത്രം മതിയാവും കേട്ടോ. ഇത് കുഴച്ച് തന്നെ നമുക്ക് ചോറ് കഴിക്കാവുന്നതാണ്. നമുക്കിത് വേഗത്തിൽ തയ്യാറാക്കിയെടുക്കാം. ലഞ്ച് ബോക്സിനൊക്കെ കൊടുത്തു വിടാൻ പറ്റിയൊരു അടിപൊളി ഈസി റെസിപ്പി ആട്ടോ. കണ്ടോ, നമ്മുടെ കിഴങ്ങൊക്കെ ഏകദേശം നല്ലപോലെ മൊരിഞ്ഞ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ടേസ്റ്റ് ആയിട്ടുള്ളൊരു അടിപൊളി ഉരുളക്കിഴങ്ങ് ഫ്രൈ തയ്യാറായി കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ.